നമ്മൾ പെൻഡലത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പെൻഡലത്തിൻ്റെ ഇക്വേഷൻ നേരത്തെ ഡിറൈവ് ചെയ്തായിരുന്നു, ലഗ്രാഞ്ചിനെ ഉപയോഗിച്ചിട്ട് 2 രീതിയിൽ ഡിറൈവ് ചെയ്തായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അതിനെ അനലൈസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ പെൻഡലത്തിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്താണ് ഫൈനൽ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണ് പെൻഡലത്തിൻ്റെ ഇക്വേഷൻ. ഇവിടെ ഞാൻ വേരിയബിൾസിനെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. സാധാരണ ഞാൻ തീറ്റ എന്നാണ് നേരത്തെ വേരിയബിളിനെ വിളിച്ചുകൊണ്ടിരുന്നത്. തൽക്കാലം ഞാനതിനെ എക്സ് എന്ന് മാറ്റി എഴുതിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ജസ്റ്റ് എനിക്ക് സൗകര്യം എക്സ് എന്ന് വിളിക്കാനാണ്. ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിൽ വർക്ക് ചെയ്യുമ്പോഴേക്കും എനിക്ക് എക്സ് എന്നോ ക്യൂ എന്നോ തീറ്റ എന്നോ എന്ത് വേണേലും വിളിക്കാം. എന്താണ് ദാക്ഷായണി എന്നോ താമരാക്ഷൻ എന്നോ എന്ത് വേണേലും നമുക്ക് വിളിക്കാം. നമ്മൾ വേരിയബിൾ. അപ്പോൾ എക്സ് അതാണ് എൻ്റെ ഇക്വേഷൻ. ആൻഡ് അതിനകത്ത് എന്ത് ഡിപ്പെൻഡൻസ് ആണുള്ളത്? സോ എക്സ് ഡബിൾ ഡോട്ട് ഈക്വൽ ടു -g/l സൈൻ എക്സ് എന്നാണ് എൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിനെ നമ്മൾ +2-ലൊക്കെയാണ് എങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ പഠിച്ചുകൊണ്ടിരുന്നത്? നമ്മൾ എന്താണ് ഫോർ സ്മോൾ ആംഗിൾ സൈൻ എക്സ് almost equal to say x. In that case we would say x double dot equal to -g/l x, or x double dot equal to minus some kx. Then we say at small angle limit simple pendulum is a simple harmonic oscillator. അത് +2. പക്ഷേ നമ്മൾ കൂടുതൽ ഫിസിക്സ് പഠിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് ആ സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ എടുത്തില്ലെങ്കിൽ പോലും സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണ്. അത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഈ സീരീസ് ഓഫ് ലെക്ചേഴ്സിൽ ഉറപ്പായിട്ടും എന്താണ് എക്സ് ആസ് എ ഫങ്ഷൻ ഓഫ് ടി എന്നുള്ളത് നമ്മൾ എഴുതും. പക്ഷേ ബിഫോർ ദാറ്റ് ഏത് ഫങ്ഷനെ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഏതൊരു ഇക്വേഷൻ ഓഫ് മോഷൻ, അതായത് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ കിട്ടിക്കഴിഞ്ഞാലും അതിനെ എങ്ങനെ അനലൈസ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ ഞാൻ ഒന്ന് എഴുതാണ്. g/l sin x = 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ആണ്. നമുക്ക് അനലൈസ് ചെയ്യാൻ എളുപ്പം എന്താണ് ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ ആണ്. സോ ഐ എം ഗോയിങ് ടു റീറൈറ്റ് ദിസ്. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു റൈറ്റ് say x1 dot equal to x2 and x2 dot equal to say -g/l sin x1. സപ്പോസ് ഇങ്ങനെയാണ് എൻ്റെ ഇക്വേഷൻ എങ്കിൽ ഞാൻ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? ലെറ്റ് മീ ശരിയാണോ എന്നിങ്ങനെ വെരിഫൈ ചെയ്യണേ. ഓക്കെ, സോ ഇഫ് ഐ ഹാവ് എൻ ഇക്വേഷൻ ലൈക്ക് ദിസ്, what can I do? Okay, I can take x1 double dot, അതായത് ഈ ഐയെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. x1 double dot would be x2 dot ആയിരിക്കും. So that would be -g/l sin x1, right? So I end up getting x1 double dot equal to -g/l sin x1, or x double dot equal to -g/l sin x. Alright? സോ ഈ ഇക്വേഷനെ തന്നെ എന്താണ് ഒരു സെക്കൻഡ് ഓർഡർ ഇക്വേഷനാണത്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റി? രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻസ്. ഓക്കെ, അത് രണ്ടും കൂടെ കപ്പിൾഡ് ഇക്വേഷൻസ് ആണ്. രണ്ട് കപ്പിൾഡ് ഇക്വേഷൻസ് ആണ്. അതായത് x1-ൻ്റെ
ഡോട്ട് കണ്ടുപിടിക്കാനായിട്ട് x2ൻ്റെ വാല്യൂ വേണം, x2ൻ്റെ ഡോട്ട് കണ്ടുപിടിക്കാനായിട്ട് x1ൻ്റെ വാല്യൂ വേണം. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ കപ്പിൾഡ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, x1 ഡോട്ട് മാത്രമേ ഉള്ളൂ, ഡബിൾ ഡോട്ട് ഇല്ല. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം മാത്രമേ ഉള്ളൂ. അതായത് വെലോസിറ്റിയുടെ ടേംസിലാണ് എഴുതുന്നത്. ഇത് ഇൻ ടേംസ് ഓഫ് ആക്സിലറേഷൻ ആണ് സെക്കൻഡ് ഓർഡർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് വെലോസിറ്റി ആണ്. ആൻഡ് വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് ഉണ്ട് വിച്ച് ഇസ് ആക്ച്വലി ആക്സിലറേഷൻ. അതായത് ഇൻഫർമേഷൻ ഒന്നും നഷ്ടപ്പെടുന്നില്ല, പക്ഷെ നമുക്ക് കുറച്ചും കൂടി അനലൈസ് ചെയ്യാൻ എളുപ്പമുള്ള ഫോമാണ് എന്താണ്, സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ആണെങ്കിൽ അതിനെ 2 ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻസ് ആയിട്ട് മാറ്റി എഴുതാൻ പറ്റുന്നത്. അപ്പോൾ ലെറ്റ് us deal with that. x1 dot equal to x2, x2 dot equal to minus g by l sin x1. ഇതാണ് നിങ്ങളുടെ ഇക്വേഷൻ. ഓക്കെ, ഇഫ് യു ഡോണ്ട് ലൈക്ക് മൈ വേരിയബിൾസ് x1ഉം x2ഉം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ x1 കറസ്പോണ്ട്സ് ടു യുവർ ആംഗിൾ തീറ്റ. സോ ഇത് ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. And x2 corresponds to angular velocity. I don't have a problem with this notation, or I don't have a problem with this notation either. എനിക്ക് കുറച്ചും കൂടെ പ്രിഫറൻസ് ഉള്ള നൊട്ടേഷൻ എന്ന് പറയുന്നത് x dot equal to y, y dot equal to minus g by l sin x. Again, see, ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ആണ് എനിക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം. ഈ ഇക്വേഷൻ തന്നെയാണ് ഈ ഇക്വേഷൻ. ആ ഇക്വേഷൻ തന്നെയാണ് എന്ത്, സോ ഈ ഇക്വേഷൻ തന്നെയാണ് ഇത്, ആ ഇക്വേഷൻ തന്നെയാണ് ഇത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് മാറ്റി എഴുതാം എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ഐ ഡോണ്ട് ഈവൻ ലൈക്ക് ദിസ് g by l sin theta, right? For example, I can take, say, choose unit such a way that say g by l equal to unity, right? If I want, okay, so in that case I can write x dot equal to y, y dot equal to minus sin x. അതും ഒരു പോസിബിലിറ്റിയാണ്. ഓക്കെ, സോ ഐ തിങ്ക് ഐ വിൽ ഡീൽ വിത്ത് ദിസ്. കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കുന്നതാണ് എനിക്കിഷ്ടം. സി, എങ്ങനെയാണ് യൂണിറ്റ്സ് ഇങ്ങനെ ചൂസ് ചെയ്യുന്നത്? ചൂസ് ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം. എത്ര എടുക്കണം? 9.8 മീറ്റർ ലോങ് ആയിട്ടുള്ള പെൻഡുലം എടുത്തു കഴിഞ്ഞാൽ g by l എന്ന് പറയുന്നത് 1 കിട്ടും. അല്ല എങ്കിൽ എന്താണ്, എർത്തിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യരുത്. 1 മീറ്റർ ലെങ്തുള്ള പെൻഡുലം എടുക്കുക, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 1 ഉള്ള ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യുക. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഐ വിൽ പുട്ട് g by l equal to unity. So my equation is say x dot equal to y, y dot equal to minus sin x. Alright. സോ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട എന്താണ്, ഫിക്സ്ഡ് പോയിൻറ്റ്സ്. ഫിക്സ്ഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഏതൊരു സിസ്റ്റത്തിൻ്റെയും എന്താണ്, വെലോസിറ്റി ഈക്വൽ ടു 0 ഉള്ള പോയിൻറ്റ്സ് ആണ് ഫിക്സ്ഡ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. സോ ഞാൻ ഇങ്ങനെ ഇക്വേഷൻ എഴുതുന്നതിൻ്റെ സൗകര്യം, അതായത് തീറ്റ ഡബിൾ ഡോട്ട് എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ എന്താണ് ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻസ് ആയിട്ട് എഴുതുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്നത് എൻ്റെ ജനറലൈസ്ഡ് വെലോസിറ്റീസ് ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് 0 ആയിട്ട് എഴുതിയാൽ മതി. എക്സും വൈയും എൻ്റെ 2 വേരിയബിളാണ്, ജനറലൈസ്ഡ് വേരിയബിൾസ് ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റീസ് എനിക്ക് 0 ആണ്. അതാണ് എൻ്റെ ഫിക്സ്ഡ് പോയിൻറ്റിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, സോ ബൈ ഡെഫിനിഷൻ ഫിക്സ് പോയിൻറ്റിൽ എന്ത് കിട്ടും? എക്സ് ഡോട്ട് equal to 0 at x equal to x star, right?
നമ്മൾ എക്സ് സ്റ്റാർ എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ഇയർ എക്സ് സ്റ്റാർ വൈ സ്റ്റാർ ആണ് ഫിക്സ് പോയിന്റ് എന്ന് പറയുന്നത്. y equal to y star and y dot equal to 0. Alright, so which means 0 equal to y, 0 equal to minus sin x. Okay. So y എന്തായിരുന്നു? Angular velocity equal to 0 and sin x equal to 0, which means x equal to sin 0 0 and sin plus minus pi plus minus 2 pi etc. Right? So this is your angular displacement. അതായത് നിങ്ങളുടെ സിമ്പിൾ പെൻഡുലം പ്രോബ്ലത്തിൻ്റെ ഫിക്സ്ഡ് പോയിന്റുകൾ എന്ന് പറയുന്നത് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റയാണ്. ഐ ഡോണ്ട് ലൈക്ക് റൈറ്റിംഗ് തീറ്റ, ബട്ട് ലെറ്റ് us put തീറ്റ ഈക്വൽ ടു 0 പ്ലസ് മൈനസ് പൈ പ്ലസ് മൈനസ് 2 പൈ എക്സെട്ര. ദാറ്റ് ഹാസ് ടു ബി ഈക്വൽ ടു തീറ്റ എന്ന് പറയുന്നത് 0 പ്ലസ് മൈനസ് പൈ പ്ലസ് മൈനസ് 2 പൈ എക്സെട്ര ആണ്. എന്താണ് ഫിക്സ് പോയിന്റ് പ്രൊവൈഡഡ് ആംഗുലർ വെലോസിറ്റി ഈക്വൽ ടു 0. ഇത് രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്ഥലങ്ങളാണ് നമ്മളുടെ ഫിക്സ് പോയിന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു പെൻഡുലം എടുത്തു കഴിഞ്ഞാൽ പെൻഡുലം this corresponds to theta equal to 0 that would correspond to theta equal to say pi, right? And this would correspond to theta equal to 2 pi. This would be 3 pi. This would be 4 pi, this would be 5 pi, etc. Alright, and this would also be minus 2 pi, minus 4 pi, etc. And this would also be minus pi, minus 3 pi, etc. Right? അതായത് പെൻഡുലം നേരെ താഴോട്ട് നിൽക്കുന്നത് തീറ്റ ഈക്വൽ ടു 0 ആണ്. ആൻഡ് അവിടെ അനങ്ങാതെ നിൽക്കുന്നതാണ്, അതായത് എന്താണ് ആംഗുലർ വെലോസിറ്റി 0 ആവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് അനങ്ങണില്ല. സോ തീറ്റ ഈക്വൽ ടു 0 ആൻഡ് 0 തീറ്റ ഡോട്ട് ഈക്വൽ ടു 0 മീൻസ് pendulum and vertically down not moving. അതാണ് ഒരു ഫിക്സ് പോയിന്റ്. ഫിക്സ് പോയിന്റ് നോട്ട് മൂവിങ് എന്നുള്ളത് അത് ഡസൻറ്റ് സർപ്രൈസ് എനിവൺ, റൈറ്റ്? സോ തീറ്റ ഈക്വൽ ടു സേ പൈ എന്ന് പറയുന്നത്, so that is, this corresponds to this and this corresponds to this. This is pendulum in vertically upward position, not moving. അതായത് നമ്മളൊരു സിമ്പിൾ പെൻഡലം എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണ്. ലാബിൽ നിങ്ങൾ ഒരു സിമ്പിൾ പെൻഡലം എടുത്തു തൂക്കിയിട്ടു, എന്നിട്ട് അതിന് ഓസിലേറ്റ് ചെയ്യാൻ വിടുകയാണ്. സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ നമ്മൾ എടുത്തിട്ടില്ല, സിമ്പിൾ പെൻഡലാണ്. സോ എവിടെ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. സോ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ ഫിക്സ് പോയിന്റ് എന്ന് പറയുന്നത്, ഫിക്സ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓർക്ക് ആ വെലോസിറ്റീസ് 0 ആയിരിക്കും. ഇവിടെ നിങ്ങളുടെ വേരിയബിൾ എന്ന് പറയുന്നത്, ആക്ച്വൽ പെൻഡലം എക്സ്പെരിമെൻറ്റിലെ വേരിയബിൾ എന്ന് പറയുന്നത് ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ആൻഡ് വെലോസിറ്റി എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റിയാണ്. അപ്പോൾ ആംഗുലർ വെലോസിറ്റി 0 ആണ്, അത് ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പരിചയമുള്ള ഫിക്സ് പോയിന്റ് എന്ന് പറയുന്നത്
നേരെ താഴോട്ട് നിൽക്കുന്നത്. അതായത് പെൻഡുലം മൂവ് ചെയ്യാതെ നിൽക്കുന്നതെന്ന് വെച്ചാൽ നേരെ താഴോട്ട് നിൽക്കുന്നതാണ്. എന്നാൽ എല്ലാ പെൻഡുലത്തിനും വേറൊരു ഫിക്സ് പോയിന്റും കൂടെ ഉണ്ട്. ഏതാണ്? നേരെ മുകളിലേക്ക് നിൽക്കുക. അതായത് പെൻഡുലം നിങ്ങൾ തൂക്കിയിട്ടേക്കാണ്, അത് നേരെ തിരിഞ്ഞ് നേരെ മുകളിലോട്ട് പോയി നിൽക്കുന്നതും ഫിക്സ് പോയിന്റ് തന്നെയാണ്. അതായത് നിങ്ങൾ കൃത്യം അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം? അവിടെ തന്നെ നിൽക്കണം. അതാണ് ഫിക്സ് പോയിന്റ് എന്ന് പറയുന്നത്. ഫിക്സ് പോയിന്റിലാണ് നിങ്ങളുടെ സിസ്റ്റം ഇരിക്കുന്നതെങ്കിൽ അവിടുന്ന് മാറില്ല. അതുകൊണ്ടാണ് അതിനെ ഫിക്സ് പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഒരിക്കലും അങ്ങനെ അപ്രൈറ്റ് ആയിട്ട് പെൻഡുലം നിൽക്കുന്നത് കാണുന്നില്ല. സാധാരണ ഒരു സിമ്പിൾ പെൻഡുലം എടുത്തു കഴിഞ്ഞാൽ അത് അപ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നത് നമ്മൾ ഒരിക്കലും കാണുന്നില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നാണ് അടുത്തത് നോക്കാനുള്ളത്. അപ്പോൾ അവിടെയാണ് സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യുന്നത്.